നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ചോദ്യശരങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുമ്പോഴും കോൺഗ്രസിന്റെ തലതൊട്ടപ്പനായ ശശി തരൂരിന്റെ കയ്യും പിടിച്ചു തന്നെ BJP MP രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ഫ്രാൻസിലെത്തി. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സർവകക്ഷി സംഘം എത്തിയതെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. പാരീസിലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ, പോളിസി ഗവേഷകർ, പാർലമെന്ററി പ്രതിനിധികൾ എന്നിവരുമായി 9 അംഗ സർവകക്ഷി സംഘം ഇന്ന് ചർച്ച നടത്തും. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ തുറന്നുകാട്ടുന്നതിനായി ഇന്ത്യ അയക്കുന്ന 7ാമത്തെ സർവകക്ഷി സംഘമാണിത്. ദഗ്ഗുപതി പുരന്തേശ്വരി, പ്രിയങ്ക ചതുർവേദി, ഗുലാം അലി ഖദാന, ഡോക്ടർ അമർ സിംഗ്, സാമിക് ഭട്ടാചാര്യ, M തമ്പിദുരൈ, മുൻ കേന്ദ്രമന്ത്രി MJ അക്ബർ, അംബാസഡർ പങ്കജ് സരൺ എന്നിവരും സംഘത്തിന്റെ ഭാഗമാണ്. ഇറ്റലി, UK, ജർമ്മനി, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളും സംഘം സന്ദർശിക്കുമെന്ന് എംബസി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ വ്യക്തമായ നിലപാട് അറിയിക്കുന്നതിനായാണ് പ്രമുഖ പാർലമെന്റേറിയന്മാരും നയതന്ത്രജ്ഞരും അടങ്ങുന്ന 9 അംഗ സർവകക്ഷി പ്രതിനിധികൾ പാരീസിലെത്തിയത്. 3 ദിവസത്തെ സന്ദർശന വേളയിൽ പ്രതിനിധി സംഘം സെനറ്റ്, നാഷണൽ അസംബ്ലി, പോളിസി ഗവേഷകർ, മാധ്യമങ്ങൾ, ഇന്ത്യൻ പ്രവാസി സംഘം എന്നിവരുമായി ചർച്ച നടത്തുമെന്നും എംബസി വ്യക്തമാക്കി. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നയത്തെയും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും വിശദീകരിക്കുന്നതിനാണ് ഇന്ത്യൻ സർവകക്ഷി സംഘം വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. 7 സംഘങ്ങളിലായി 33 രാജ്യതലസ്ഥാനങ്ങളിലെത്തിയാണ് സംഘം പാകിസ്ഥാനെ തുറന്നുകാട്ടുന്നത്. 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ രൂക്ഷമായ ഇന്ത്യ-പാക് സംഘർഷത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ന്യൂയോർക്കിലെത്തിയ പാർലമെന്ററി പ്രതിനിധി സംഘത്തെ ശശി തരൂർ MP ആണ് നയിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ പരോക്ഷ വിമർശനമൊക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് ശശി തരൂർ വീണ്ടും BJP നേതാക്കന്മാർക്കൊപ്പം യാത്ര തിരിച്ചത്. സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച തരൂർ ഭീകരവാദം ലോകം മുഴുവൻ നേരിടുന്ന പ്രശ്നമാണെന്നും ഇതിനെതിരെ ലോകം ഒന്നിച്ചു നിന്ന് പോരാടണമെന്നും പറഞ്ഞു. ഇന്ത്യൻ പൗരന്മാരെ കൊന്നുമടങ്ങാമെന്നു കരുതാൻ പാകിസ്ഥാനിൽ ഇനി ആരെയും അനുവദിക്കില്ല എന്നും ആക്രമണത്തിന് കടുത്ത വില നൽകേണ്ടി വരുമെന്നും തരൂർ കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യാനല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നത്, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകാനാണ്. താൻ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ല എന്നും പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗമാണ് എന്നും തരൂർ പറഞ്ഞു. പക്ഷേ ശക്തമായി തിരിച്ചടിക്കേണ്ട സമയത്ത് ഇന്ത്യ അതുതന്നെയാണ് ചെയ്തത് എന്ന് പറയാൻ തനിക്ക് സന്തോഷമുണ്ട് എന്ന് തരൂർ കൂട്ടിച്ചേർത്തു. പ്രതിനിധി സംഘം ഇനി ഗയാനയിലേക്ക് പോകും. കൊളംബിയ, ബ്രസീൽ എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം ജൂൺ 3 തിരികെ വാഷിംഗ്ടണിലെത്തും. ശശി തരൂരിന്റെ ഇത്തരം പ്രവൃത്തി കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുകയാണ്. ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് കടക്കാനിടയായ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുകയും കൂടി ചെയ്യുന്നതോടെ BJP കൂടുതൽ പ്രബല ശക്തിയായി മാറുമെന്നുള്ള കാര്യവും ഇതോടെ ഉറപ്പായി.